ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ തന്നെ നല്ല അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തത്. ഒരു ഗ്ലാസ്, വലിയ ഗ്ലാസിൻ്റെ അളവിലാണ് റൈസ് എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് ഇതൊന്ന് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അരമണിക്കൂറായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാനിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഊറ്റിയെടുക്കുകയാണ്. റൈസ് കറക്റ്റ് വെള്ളം വെച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടുതൽ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും ആ ഓയിലെല്ലാം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് കുതിർക്കുന്നതിന് മുമ്പേ ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം ഒന്ന് കുതിർക്കാൻ. കുതിർന്ന ശേഷം റൈസ് കഴുകുമ്പോൾ റൈസ് നന്നായിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ ആദ്യം കഴുകിയിട്ടൊന്ന് കുതിർത്ത് വെക്കാം. അപ്പം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു 80% ആയി കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൽ റൈസ് ഒന്ന് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഡ്രൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു ചെറിയ ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജും, ഒരു 3 മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ 3 മുട്ട എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് എടുത്തത്. അതിൽ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ അങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു ചെറിയ ക്യാരറ്റ് എടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ യെലോവും റെഡെല്ലാം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഞാൻ ഇത്ര വെജ് മാത്രമേ ഇടുന്നുള്ളൂ. ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒരു 5-10 മിനിറ്റ് ഒന്ന്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം. ഇങ്ങനെ ഓവറായിട്ട് കുറക്കുകയും ചെയ്യേണ്ട, കൂട്ടുകയും ചെയ്യേണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അതും സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ തീ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം ചെറുങ്ങനെയാണ് കട്ട് ചെയ്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ആ 3 മുട്ട ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നിത് ചിക്കി എടുക്കാം. 2 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ചിക്കി എടുത്താൽ മതി. നിങ്ങൾക്കിത് വെജിറ്റബിൾ ആദ്യം ഇടുന്നതിന് മുമ്പേ മുട്ട ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആദ്യം പാൻ വെച്ചിട്ട് അതിൽ 3 മുട്ട ഇങ്ങനെ ചിക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് മാറ്റി വെച്ചിട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുത്താലും അതും കുഴപ്പമില്ല. ഇപ്പം ഞാനിങ്ങനെ ചെയ്തത്.
നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി എടുത്ത് ഇതുപോലെ വെക്കാം. ഇനി ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. റൈസ് ഇടുന്നതിന് മുമ്പേ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര പെപ്പർ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് പെപ്പർ കുറക്കുക. 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് ഇടുന്നതിന് മുമ്പേ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെപ്പറിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. ഇപ്പോൾ റൈസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ പെപ്പർ ഇത്ര എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ആ എഗ്ഗും ആ വെജും എല്ലാം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം ഈസി ആയിട്ട്. ഇനി നമ്മളിത് ആക്കി വെച്ച് തണിഞ്ഞ ആ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലൊന്ന് ചെറുങ്ങനെ ഇതുപോലൊന്ന് ഇളക്കി മിക്സായി കൊടുക്കാം. അരി പൊട്ടിപ്പോകാത്ത രീതിയിൽ വേണമെന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ്ങിലാണ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായം പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായി വരുന്നവരെ ബൈ.